കൊല്ലത്ത് ജാമ്യത്തിലിറങ്ങിയ ഗുണ്ടാ നേതാവിനെ വെട്ടി ജിം സന്തോഷ് വധക്കേസ് പ്രതി അലുവ അതുലിനെയാണ് വെട്ടി പരിക്കേൽപ്പിച്ചത്. ഷമീർ അബ്ദുള്ളാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ഷമീർ, എന്താണ് സംഭവം? ഷമീറിലേക്ക് എത്താം. കൊല്ലത്ത് ജാമ്യത്തിലിറങ്ങിയ ഗുണ്ടാ നേതാവിനെ വെട്ടി എന്നുള്ള വിവരമാണ്. ജിം സന്തോഷ് വധക്കേസ് പ്രതി അലുവ അതുലിനെയാണ് വെട്ടി പരിക്കേൽപ്പിച്ചത്. ജിം സന്തോഷ് വധക്കേസ് വലിയ തരത്തിൽ ചർച്ചയായ ഒരു വധക്കേസായിരുന്നു. അതിലെ പ്രതിയാണ് അലുവ അതുൽ. അതുലിനെയാണ് ഇപ്പോൾ വെട്ടി പരിക്കേൽപ്പിച്ചിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ്. ഷമീർ അബ്ദുള്ളാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷമീർ, ജിം സന്തോഷ് വധക്കേസിലെ കാര്യം നമുക്കറിയാം. ഗുണ്ടാ നേതാക്കൾ തമ്മിലുള്ള കുടിപ്പകയായിരുന്നു ആ ഒരു വധക്കേസിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ഇപ്പോൾ ഇത് സമാനമായിട്ടുള്ള സംഭവമാണോ? എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്? ഇത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. അലുവ അതുലിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്കറിയാം, വയനകം ഗുണ്ടാ സംഘത്തിലെ നേതാവാണ് ഈ അലുവ അതുൽ. ജിം സന്തോഷിനെ കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതി കൂടിയാണ് അലുവ അതുൽ. നേരത്തെ അലുവ അതുലിനെ പിടികൂടാൻ പോലീസ് ആലുവയിലെത്തിയപ്പോൾ നമുക്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്താണ് ഇദ്ദേഹം വാഹനത്തിൽ നിന്നും ചാടി രക്ഷപ്പെടുന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇന്ന് നടന്ന സംഭവം ഏതാണ്ട് 11 മണിയോടുകൂടി മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലുള്ള ഒരു ഇന്നോവ കാറ് അലുവ അതുലിൻ്റെ വാഹനത്തെ ഫോളോ ചെയ്യുന്നു. ഇതിനുശേഷം അലുവ അതുലിൻ്റെ വാഹനം ഒരു ബലീനോ നീല കാറാണ്. ഈ വാഹനത്തെ ഇടിച്ച് കുഴിയിലേക്ക് ഇടുന്നു. ഇതിനുശേഷം ഈ മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള വാഹനത്തിൽ ഉണ്ടായിരുന്നവർ വാളും വടിവാളും അടക്കമുള്ള സാധനങ്ങളുമായി ആ വാഹനത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ ശേഷം ഈ കാറിലിരിക്കുന്ന കാർ അടിച്ച് തകർക്കുന്നു. അതിനുശേഷം അലുവ അതുലിനെ പുറത്തേക്ക് വലിച്ചിട്ട ശേഷം ക്രൂരമായി വെട്ടി പരിക്കേൽപ്പിക്കുകയാണ്. തലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത്. എന്തായാലും അതീവ ഗുരുതരാവസ്ഥയിലാണ് അലുവ അതുൽ ഉള്ളത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ആരാണ് ഈ കൊട്ടേഷൻ സംഘത്തിന് പിന്നിലുള്ളത് എന്ന് കാര്യം വ്യക്തമല്ല. എന്തായാലും കരുനാഗപ്പള്ളി DYSP അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പട്ടാപ്പകൽ ഇത്തരമൊരു കൊല നടത്താൻ അതും പ്രൊഫഷണലായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ കൊല നടത്തുന്ന സമയം ഇത്തരത്തിൽ, അതായത് ഇദ്ദേഹത്തിന് അതീവ ഗുരുതരാവസ്ഥയിലാണ്, അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന തരത്തിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ സ്ഥിരീകരിക്കുന്നില്ല. ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ അനുസരിച്ച് അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ഈ കൊലപാതക ശ്രമം നടത്താൻ ഇത്തരത്തിൽ വാഹനവുമായി വരുമ്പോൾ ആ റോഡിലൊന്നും തന്നെ ആളുകളില്ല. വണ്ടി ഇടിച്ച് കുഴിയിലേക്ക് ഇട്ട ശേഷം വലിയ വടിവാളുകളും ഇരുമ്പ് ദണ്ടുകളും ഉപയോഗിച്ച് വാഹനം അടിച്ച് തകർത്ത ശേഷം ഇയാളെ പുറത്തേക്ക് ഇട്ട ശേഷമാണ് ക്രൂരമായി വെട്ടി ഗുരുതരമായി പരിക്കേൽപ്പിച്ചത്. എന്തായാലും കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലാണ് അലുവ അതുൽ ഇപ്പോൾ ഉള്ളത്. ശരി ഷമീർ, കൊല്ലത്ത് ജാമ്യത്തിലിറങ്ങിയ ഗുണ്ടാ നേതാവിനെയാണ് വെട്ടി പരിക്കേൽപ്പിച്ചത്. അലുവ അതുലിന്റെ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്നുള്ളതാണ്. ആ വിവരങ്ങളാണ് ഷമീർ നൽകിയത്.